തിരുവനന്തപുരത്ത് തിരക്കേറിയ റോഡ് അടച്ച് സ്റ്റേജ് കെട്ടി പാർട്ടി സമ്മേളനം നടത്തിയ CPM നേതാക്കൾ ജനങ്ങളെ പരിഹസിക്കുകയും അപമാനിക്കുകയുമാണ്. CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവന്റെ പ്രസംഗം കേൾക്കാം. ഇവരെല്ലാരും കൂടി കാർ പോകേണ്ട കാര്യമില്ല, നടന്നു പോയപ്പോ എന്താ പണ്ടൊക്കെ നമ്മൾ നടന്നു പോയില്ലേ? ഇത്ര കാർ വേണമെന്ന് നിങ്ങൾ ആരും ചോദിക്കുന്നത്? ആരും ചോദിക്കില്ലല്ലോ. എന്നാ ഇത്ര വലിയ കാർ വേണോ? അത് വേണം. എന്നൊരു കുഞ്ഞു കാർ പോയപ്പോ ധിക്കാരം പഴയതുപോലെ തന്നെ ഒരു കുറവില്ല. കാറുള്ളോൻ കാർ പോകുന്നത് പോലെ തന്നെ പാവങ്ങൾക്ക് ഒരു ജാഥ നടത്താനുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചു തരണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? കമാൽ പാഷ A. വിജയരാഘവന്റെ പ്രസംഗം കേട്ടിരിക്കും. ഏറ്റവും മുതിർന്ന നേതാവ് പോളിറ്റ് ബ്യൂറോ അംഗം ഇങ്ങനെ ജനങ്ങളെ പരിഹസിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അതായത് ഈ ധാർഷ്ട്യം എന്ന് പറയുന്നത് തലയ്ക്ക് പിടിച്ചുപോയി ഇവർക്ക്. പൊതുജനങ്ങൾ എന്ന് പറയുന്നത് പ്രജകളായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. ഇവരൊക്കെ രാജാക്കന്മാരും. കാരണം ഇവർക്കൊക്കെ മുന്തിയ കാറുകളിലൊക്കെ പോവാം. മുന്തിയ കാറെന്ന് പറഞ്ഞാൽ ബാക്കി ജനങ്ങൾ സഞ്ചരിക്കണമെങ്കിൽ അവർ ഒന്നീ നടന്നു പോയിക്കൊള്ളണം, അല്ലെ കുഞ്ഞിക്കാറിനകത്ത് പോകണം. അല്ലടാ എന്റെ ഭയം ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. ഈ കുഞ്ഞിക്കാറെന്ന് പറയുന്ന സാധനം ഞാൻ ഉദ്ദേശിച്ച എന്റെ കൊച്ചുമക്കൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പണ്ട്. അത് ഒരു 15,000 രൂപ കൊടുത്താൽ നമുക്ക് ഓടിച്ചോണ്ട് അവർക്ക് മുറ്റത്തൊക്കെ ഇട്ട് ഓടിച്ച് നടക്കാൻ പറ്റിയ ഒരു കാറ് കിട്ടും. ഇനി അതാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അത് റോഡിൽ ഇറക്കാൻ ബുദ്ധിമുട്ടാണ് ശ്രീ വിജയരാഘവൻ. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ വേറെ നിങ്ങൾ എന്താ കുഞ്ഞിക്കാറെന്ന് ഉദ്ദേശിച്ച്? ഇവിടെ കാറ് ശരിയായ കാർ ഉപയോഗിക്കാൻ പറ്റുന്നത് കുഞ്ഞിക്കാർ ഉപയോഗിക്കുന്ന വേറൊരാളുണ്ട് നമുക്ക് കേട്ടോ. അതായത് ഒരു 40ഓളം കുഞ്ഞിക്കാറുകളുമായിട്ടാണ് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നത്. അതെല്ലാം കുഞ്ഞിക്കാറാണോ? അതാണോ കുഞ്ഞിക്കാർ? എന്താ ഉറക്കം വരുന്നു. MLA മാർക്ക്, MP മാർക്ക്, മന്ത്രിമാർക്ക്, അതേപോലെ തന്നെ ഇതേപോലെ രാഷ്ട്രീയ നേതാക്കൾക്ക്, ഈ പോളിറ്റ് ബ്യൂറോയ്ക്ക് ഒക്കെ കാറുകൾ ഉപയോഗിക്കാം. അത് കുഞ്ഞിക്കാറാവണമെന്നില്ല. അവർ ഉപയോഗിക്കുന്നത് കാറ്. ബാക്കി ജനങ്ങൾ സഞ്ചരിക്കണമെങ്കിൽ കുഞ്ഞിക്കാർ ഉപയോഗിച്ചോണം. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഇത് പറഞ്ഞേക്കുന്നത് മാത്രമോ? പിന്നെ അതുപോലെ തന്നെ ആക്ഷേപിക്കല്ലേ. ഇപ്പോൾ ഒരാള് ഒരു കാറിനകത്ത് പോയാൽ അയാൾ ഒരാൾ കാറ് പോയി എന്റെ കാറിനകത്ത് ഞാനല്ലാതെ പിന്നെ ഞാൻ നാട്ടുകാരെയൊക്കെ വിളിച്ച് തിരിക്കൊണ്ടു പോകാൻ പറ്റുമോ? അതല്ല ഉദ്ദേശം. ഇപ്പൊ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ഒക്കെ ഇപ്പൊ സെക്രട്ടേറിയറ്റിലോട്ടൊക്കെ അവിടെ നടന്നു പോയാൽ പോരെ? എന്തിനാ പിന്നെ കാറ്? കേരള ഹൈക്കോടതിയുടെ നേരത്തെ ഉള്ള 2011 തന്നെ വിധിയുണ്ട്. വഴിയോരങ്ങളിൽ റോഡിന്റെ സൈഡിൽ പോലും മീറ്റിങ്ങുകൾ നടത്തി, ഇതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ മീറ്റിംഗ് നടത്തി അവിടുത്തെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തരുന്ന ആളുകളുടെ. എന്നിട്ടാണ് റോഡിന്റെ നടുക്ക് കൊണ്ടുവന്ന് കെട്ടിയേക്കുന്നത്. രാജ്യസഭാംഗം ഒക്കെ ആയിരുന്ന ആളാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന ആളാണ്. LDF കൺവീനറായിരുന്ന ആളാണ്. എന്നിട്ടും ഈ സാധാരണ ജനത്തിന്റെ നിയമബോധം പോലും ഇല്ലെന്നാണോ നാം മനസ്സിലാക്കേണ്ടത്? ഇവൻ ശരിയല്ല. അതല്ല, അത് മാത്രമല്ല, കണ്ടില്ലേ വിവരം കണ്ടില്ലേ? ഈ പോളിറ്റ് ബ്യൂറോയുടെ ഈ വിവരം നമ്മൾ കണ്ടല്ലോ. ഇപ്പോ വിവരമുള്ള ആരെങ്കിലും ഇതുപോലെ, വിദ്യാഭ്യാസവും വിവരമുള്ള ആരെങ്കിലും ഇതുപോലെ സംസാരിക്കും? ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഓരോ സ്ഥാനങ്ങൾ കൽപ്പിച്ചു കൂട്ടി കൊടുക്കുകയാണ്. ആ കൊടുക്കുമ്പോൾ ആ സ്ഥാനത്തിന്റെ മഹിമ അത് മനസ്സിലാക്കാതെ അവിടെ പോയിരിക്കുന്ന ആളുകളെയാണല്ലോ പലപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ കണ്ടേക്കുന്ന ആളല്ലേ, നമുക്ക് വിദ്യാഭ്യാസ മന്ത്രി പോലെ എല്ലാ മന്ത്രിമാരെയും നമ്മൾ കാണുന്നല്ലേ ഇവിടെ? എന്തൊക്കെയാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, നടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ? വിവരം വേണം, അതില്ല, അതില്ലായ്മയാണ് നമ്മൾ കാണുന്നത്. ശ്രീ ഷുജിത് പണിക്കർ, ഒരു നിയമവിരുദ്ധമായ പ്രവൃത്തി ചെയ്ത് അതിന്മേൽ കോടതിയിൽ കേസ് നേരിടുമ്പോൾ ആ പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ പോളിറ്റ് ബ്യൂറോ അംഗം പറയുന്നതാണ്, ഇത് ജനങ്ങളെ വെല്ലുവിളിക്കലാണോ ധാർഷ്ട്യ പ്രകടനമാണോ? അതിപ്പോ പ്രത്യേകം പറയാണ്ടോ? ശ്രീ വിനു, ഇവിടെ ശ്രീ വിജയരാഘവന്റെ വാദം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അദ്ദേഹം പറയുന്നത് ഈ റോഡിൽ സ്റ്റേജ് കെട്ടിയത് കൊണ്ടാണോ ട്രാഫിക് ജാം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ തന്നെ ഇവിടെ ട്രാഫിക് ജാം ഇല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കുഴപ്പമായ നീ എന്തിനാണ് പറയാൻ പോയത്? ഇതേ യുക്തി തന്നെ ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി രാഷ്ട്രീയ കൊലപാതകം നടത്തുന്ന ഒരാൾ പറഞ്ഞാൽ എങ്ങനെയിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ തന്നെ ഇയാൾ ഏതെങ്കിലും കാലത്ത് മരിക്കേണ്ടതല്ലേ, പിന്നെ ഞാനിപ്പോൾ കൊന്നാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നത് പോലെ ഇരിക്കും. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം
വണ്ടി വേണ്ട, നമ്മളൊക്കെ നടന്നു പോയാൽ മതി എന്ന് ശ്രീ വിജയരാഘവൻ പറയുമ്പോൾ അദ്ദേഹം ചെയ്യുന്നത് നമ്മുടെ സർക്കാരിൻ്റെ വയറ്റത്തടിക്കലാണ്. കാരണം ഒരു വണ്ടിയുടെ കച്ചവടം നടക്കുന്ന സമയത്ത് ഇവിടെ വണ്ടിയുടെ ടാക്സ് ഉണ്ട്, റോഡ് ടാക്സ് ഉണ്ട്, ഇതുകൂടാതെ ഇന്ധനവിലയിലെ വലിയൊരു വിഹിതം കിട്ടുന്നത് സംസ്ഥാനത്തിനാണ്. അതിന് പുറമെ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നതിനുള്ള സെസ് കിട്ടുന്നതൊക്കെ തന്നെ ഇവിടെ നാട്ടുകാർ വണ്ടി വാങ്ങിച്ച് ഓടിക്കുന്നത് കൊണ്ടാണ്. മറിച്ച് വെറുതെ ആൾക്കാർ നടന്നു പോവുകയാണെങ്കിൽ സർക്കാരിന് 5 പൈസയുടെ ഗുണമില്ല. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. റോഡ് എന്ന് പറയുന്നത് ഗതാഗതത്തിനും മനുഷ്യരുടെ സുഗമമായിട്ടുള്ള സഞ്ചാരത്തിനും വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ നിങ്ങൾക്ക് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഈ വാഹനങ്ങളെല്ലാം അങ്ങനെ പോകണ്ട എന്ന് പറഞ്ഞ് റോഡ് തടസ്സപ്പെടുത്തിയതിന് ശേഷം അവിടെ സ്റ്റേജ് കെട്ടി ഈ ഏരിയ കമ്മിറ്റി സമ്മേളനത്തിൽ ഇവരെന്തൊക്കെയായിരിക്കും ഈ സംസാരിക്കുക? ഈ മാസപ്പടി വിവാദം എന്ന് പറയുന്നത് ചുമ്മാതെയാണ്, പാർട്ടിയെ കളങ്കപ്പെടുത്താനാണ് എന്നൊക്കെയുള്ള രീതിയിലത്തേക്കുള്ള പ്രസംഗങ്ങളാകുമല്ലോ ഇവിടെ ഉണ്ടാവുക. അതല്ലാതെ വാഹനം നമുക്ക് ഉപേക്ഷിക്കാം, കാർബൺ എമിഷൻ കൂടുതലാണ്, ഇതൊന്നും പറയുന്നതിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ ഇദ്ദേഹം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ചെക്ക് ചെയ്യുക പോലും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചുവന്ന കൊടിയുമായിട്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഇത് കൈയടിച്ച് പാസ്സാക്കി കൊടുക്കും. ഇതാണ് ഇവരുടെ ഒരു ആത്മവിശ്വാസം. അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തിയതല്ല, ഡയറക്റ്റ് ആയിട്ട് കുത്തിയതാ. നമ്മൾ പലപ്പോഴും ഇത് കണ്ടിട്ടുള്ളതാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരു സമ്മേളനം നടത്തിയതിന് ശേഷം ഇപ്പോൾ രാത്രിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കൈയടിച്ച ആൾക്കാർ പാസ്സാക്കും. കാരണം ആ രീതിയിലുള്ള ആൾക്കാരാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അണികളായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. തെളിയിക്കപ്പെട്ട സത്യം. പക്ഷേ ഇവർക്ക് ആർക്കും തന്നെ ഇതില്ല എങ്കിലും കേരള പോലീസിന് ഈ കളിക്ക് കൂട്ടു നിൽക്കേണ്ടുന്ന കാര്യമില്ല എന്നും ഒരല്പം സാമാന്യബോധം അവർക്കുണ്ടാകാം എന്നുമാണ് എനിക്ക് തോന്നുന്നത്. അല്ല, എനിക്ക് മനസ്സിലായിട്ട് ചോദിക്കണം, ഇവന്മാരുടെ തലക്കൊക്കെ പ്രാന്താണ്, ഇവിടെ താളത്തുള്ള നിങ്ങളുടെ തലക്കെന്താ വട്ടുണ്ടാ? നടു റോഡിൽ ഒരു സ്റ്റേജ് ഉണ്ട് എന്നുള്ളത് ഈ സമ്മേളനം നടക്കുമ്പോഴോ അതിന് ശേഷമോ അല്ലല്ലോ നമ്മുടെ നാട്ടിലെ പോലീസ് അറിയേണ്ടത്. ഇത് കെട്ടുന്ന സമയത്ത് എന്തുകൊണ്ട് പോലീസ് ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ല? ഇവിടെ പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത സ്ഥലമല്ല. അപ്പോൾ അതുകൊണ്ട് അത് അവർക്ക് അറിയാമായിരുന്നു, അതങ്ങനെ നടക്കട്ടെ എന്നവർ നിശ്ചയമായിട്ടും കരുതിയിട്ടുണ്ട്. സാറിന്റെ മൂക്കിന്റെ താഴെ ഇങ്ങനെ ഒരു തോന്നിവാസം നടക്കുമ്പോൾ നോക്കിയേക്കുക. അല്ല എങ്കിൽ ആ ഒരു സമയത്ത് വന്ന് എന്തുകൊണ്ടാണ് ഇത് പൊളിച്ചു നീക്കാനായിട്ട് അവർ ആവശ്യപ്പെടാഞ്ഞത്? ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതാണ്. അപ്പോൾ സമ്മേളനം നടത്താനായിട്ട് പെർമിഷൻ ചോദിച്ചിരിക്കുന്ന ആൾക്കാരെ ഇവർ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, അവരെ ഈ വിഷയത്തിൽ പ്രതികളാക്കിയിട്ടില്ല. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. പകരം അവരാരെയൊക്കെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? സ്റ്റേജ് തയ്യാറാക്കിയിരിക്കുന്ന 4 പേര്, ആ പരിപാടിക്ക് ശബ്ദവും വെളിച്ചവും നൽകിയിരിക്കുന്ന 4 പേര്, ജനറേറ്റർ കൊടുത്തിരിക്കുന്ന ഒരാൾ, ഇങ്ങനെ 9 ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ട് പ്രതിയാക്കി അന്വേഷണം നടത്തുകയാണ്. എന്നിട്ട് എന്തൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്? സ്റ്റേജ് കെട്ടുന്ന സാധനങ്ങൾ പിടിച്ചെടുത്തു, ജനറേറ്റർ പിടിച്ചെടുത്തു, ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് എക്യുപ്മെൻ്റ് എല്ലാം പിടിച്ചെടുത്തു, എന്നിട്ട് ഈ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ കഞ്ഞിക്കുടി മുട്ടിച്ചിട്ടുണ്ട്. ആ സമ്മേളന വേദിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ ഉത്തരവാദിത്തം അവിടെ ജനറേറ്റർ കൊടുത്തിരിക്കുന്ന ചേട്ടനാണ് എന്ന രീതിയിലത്തേക്ക് പോലീസ് നമ്മളോട് പറയുമ്പോൾ പോലീസ് ഈ കള്ളക്കളിയിലൊപ്പം നിൽക്കുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. മുഖ്യമന്ത്രി 20ഓ 40ഓ കാറുകളുടെ അകമ്പടിയോടുകൂടി പോകുന്ന സമയത്ത് അദ്ദേഹം ഈ കണക്കെടുക്കാൻ നിൽക്കാറുണ്ടോ? ഈ ഓരോ കാറിൽ എത്ര പേരുണ്ട് എന്നുള്ളത് ചോദിക്കാറുണ്ടോ? ഈ പോകുന്ന ആൾക്കാരെല്ലാം അമ്മായിപ്പനെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അമ്മായിയമ്മയെ കാണാൻ വേണ്ടിയിട്ടാണോ പോകുന്നത് എന്ന് ചോദിക്കാറുണ്ടോ? ഇതിലുള്ള ആൾക്കാർ എന്താണ് സല്ലപിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ടോ? ആ ചോദ്യമൊന്നുമില്ലാതെ പൊതുജനം അവൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അതിനെ ചോദ്യം ചെയ്യാൻ നിൽക്കുകയാണ്. എം.ആർ. അഭിലാഷ്, ഈ വഴികളുടെ അവകാശം ഇവർക്കാണോ? ഒരു മനുഷ്യൻ എങ്ങനെ സഞ്ചരിക്കണം, നടന്നു പോകണോ വണ്ടിയിൽ പോകണോ എന്ന് തീരുമാനിക്കുന്നത് ഇവരാണോ? വണ്ടിയുടെ വലിപ്പം തീരുമാനിക്കുന്നത് ഇവരാണോ? ഇവരെന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പൊതുബോധത്തിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ? അതോ പാർട്ടി പ്രവർത്തകർക്ക് തെറ്റിദ്ധാരണ കൊടുക്കുകയാണോ? അല്ലെങ്കിൽ ഇനിയും ഞങ്ങളിത് നടത്തുമെന്നൊരു തുറന്ന വെല്ലുവിളി ജുഡീഷ്യറിക്ക് നേരെ നടത്തുകയാണോ? എന്താണെന്നുള്ളത് അവരാണ് പറയേണ്ടതായിട്ടുള്ളത്. അതിപ്പോ അങ്ങനെയൊന്നുമില്ല, പറയട നാട്ടുകാരോട്. പാവങ്ങൾക്ക് ജാഥ നടത്താൻ ഇത് പാവങ്ങളുടെ ജാഥയല്ലല്ലോ സർ. പാവങ്ങളുടെ ജാഥയാന്ന് പറഞ്ഞാൽ നാളെ ഈ പാർട്ടി പ്രവർത്തകർ മോഷണം നടത്തി കഴിഞ്ഞാൽ പാവങ്ങളുടെ മോഷണമാകുമോ? കൊലപാതകം നടത്തി കഴിഞ്ഞാൽ പാവങ്ങളുടെ കൊലപാതകമാകുമോ? ഇവിടെ നവകേരള യാത്രയെക്കുറിച്ച് നേരത്തെ കമാൽ പാഷ സാർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ബസ്സിലല്ലേ ഏതാനും മുഖ്യമന്ത്രിക്കും ഏതാനും മന്ത്രിമാർക്കും മാത്രം യാത്ര ചെയ്യുവാൻ വേണ്ടി വലിയൊരു ബസ് വാങ്ങി എന്ന് മാത്രമല്ല, അതിന് പുറമെ ഇവരുടെയൊക്കെ ഔദ്യോഗിക വാഹനങ്ങളും അകമ്പടി സേവിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നന്നായിട്ടുണ്ട്. വിജയരാഘവന്റെ തിയറി അനുസരിച്ചാണെങ്കിൽ ആ നവകേരള ബസ് തിരിച്ച് തിരുവനന്തപുരത്ത് കൊണ്ടുവരണം. എന്നിട്ട് രാവിലെ സെക്രട്ടേറിയറ്റിലേക്ക് നമ്മൾ സ്കൂളിൽ പിള്ളേരെ കയറ്റുന്ന പോലെ ഓരോ മന്ത്രിയുടെയും വീടിന് മുന്നിൽ നിൽക്കുക, അവർ കയറുക, തിരിച്ച് സെക്രട്ടേറിയറ്റിൽ എത്തിക്കുക,
മടക്കി വീടുകളിലേക്ക് വിടുക, അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. ഇത്രയും വണ്ടി 10-21 വണ്ടിയും പിന്നെ അകമ്പടി വണ്ടികളും ഒന്നും വേണ്ടല്ലോ. ഇപ്പോൾ ഈ പ്രപ്പോസ് ചെയ്ത മോഡലാണ് സ്കൂൾ കുട്ടികളെ പോലെ രാവിലെ ഈ മന്ത്രിമാരെ എല്ലാം എടുത്തുകൊണ്ട് പോവുക, തിരിച്ചു കൊണ്ടുവിടുക. അത്തരത്തിലൊരു പ്രവർത്തന സംവിധാനത്തിലേക്ക് പോകുവാനുള്ള ധൈര്യം രാവിലെയും വൈകിട്ടുമെങ്കിലും കാണിക്കുമെങ്കിൽ ഈ വാക്കുകൾക്ക് എന്തെങ്കിലും വില പൊതുജനം കൊടുത്തേനെ. പാവങ്ങളുടെ തലയടിച്ച് പൊട്ടിക്കുവാനും ചെടിച്ചട്ടി എടുത്ത് തലയടിച്ച് പൊട്ടിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുവാനും അല്ലാതെ പോലീസിന് സ്വല്പമെങ്കിലും ത്രാണിയോ ധർമ്മബോധമോ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ഈ കാണിക്കുന്നത് നിയമലംഘനമാണെന്ന് പോയി ഒന്ന് ഇൻഫോം ചെയ്യുവാനുള്ള ധൈര്യം ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കോ ആഭ്യന്തര വകുപ്പിനോ ഉണ്ടായിരുന്നോ? അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ചോദിക്കാൻ എവിടെ പോയി ന്യായം പറയുന്ന ഈ നാവ്? മറ്റൊരു ഭാഗത്ത് ശ്രീ വിജയരാഘവൻ പറയുന്നുണ്ട്, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് സോഷ്യലിസം സ്ഥാപിക്കാനാണ്, ഉള്ളവനും ഇല്ലാത്തവനും ഇല്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കുന്നതിനാണ്. ഈ പാർട്ടിയുടെ നേതാക്കളുടെയും ഇപ്പോഴത്തെ രീതികളും അവർ ഇടപെടുന്ന കാര്യങ്ങളും അവരുടെ സമ്പത്തും ഒക്കെ കാണുമ്പോൾ ഇതെത്രമാത്രം ശരിയാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്നതാണ്. വാഹനങ്ങൾ അത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അത് ഉപയോഗിക്കുന്നത് നിയമം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ടാണ്. വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ, ചൂടെടുക്കുന്നുണ്ടോ? വലിയ വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ അതിൻ്റെ വിലക്കനുസരിച്ച് 15 വർഷത്തേക്കുള്ള റോഡ് ടാക്സ് മുൻകൂറായി കൊടുത്താണ് ആ വാഹനം ഓടിക്കുന്നത്. അതിൽ ഒരാൾ വേണോ 2 ആളോ വേണോ എന്നൊക്കെ അവർ തീരുമാനിക്കും. പക്ഷെ അദ്ദേഹം കുഞ്ഞിക്കാറിൻ്റെ വക്താവാണ്. അതുകൊണ്ട് പ്രൊഫസർ ആർ ബിന്ദു അടക്കമുള്ള നമ്മുടെ മന്ത്രിമാർ കുഞ്ഞിക്കാറിൽ തലസ്ഥാനത്തിലൂടെ കേരളത്തിലൂടെ സഞ്ചരിക്കട്ടെ, അതൊരു മാതൃകയാവട്ടെ. എല്ലാ പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കും ഇന്നോവ കാറാണ് AKG സെന്ററിന് നൽകിയിട്ടുള്ളത്. അത് കുഞ്ഞിക്കാറാക്കി അവർ മാതൃക കാണിക്കട്ടെ. ജില്ലാ സെക്രട്ടറിമാരടക്കമുള്ള അവരുടെ പാർട്ടി നേതാക്കളൊക്കെ കുഞ്ഞിക്കാറിൽ സഞ്ചരിക്കട്ടെ. അങ്ങനെ കുഞ്ഞിക്കാറിൻ്റെ ഒരു ലോകം വിജയരാഘവൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കട്ടെ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.